അറിയാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് നമ്മൾ ഒരു വെബ്സൈറ്റിനകത്ത് യോസ്റ്റ് പ്ലഗിൻ ഉപയോഗിച്ച് ഓപ്റ്റിമൈസ് ചെയ്തതും അതിനുശേഷം അത് ബ്ലോഗറിൽ ബുക്ക് മാർക്ക് ചെയ്തു, വേർഡ്പ്രസ്സിനകത്ത് ബുക്ക് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ടംബ്ലറിനകത്ത് ബ്ലോഗിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ടംബ്ലർ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചാൽ. പ്രിയ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നില്ലല്ലോ. ഓക്കെ, നമ്മൾ ടംബ്ലറിന്റെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചായിരുന്നു. എന്തായാലും നമുക്ക് ഇന്നിപ്പം പ്രിയ ഒന്ന് ലാപ്ടോപ്പ് ആണെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ടംബ്ലർ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതും ടംബ്ലറിലേക്ക് ബുക്ക് മാർക്ക് ചെയ്യുന്നതും ഞാനിപ്പോൾ പഠിപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ടംബ്ലറിന്റെ ബ്ലോഗിനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യണം. സർ ജസ്റ്റ് 2 മിനിറ്റ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോണാണ്. ഞാൻ സിസ്റ്റം ലാപ്ടോപ്പ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ടംബ്ലറിന്റെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തായിരുന്നോ? നമ്മൾ ടംബ്ലർ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ക്ലാസ്സാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ടംബ്ലർ എന്ന് പറയുന്ന ഒരു ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമിൽ കൂടെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകളെ ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ നമ്മൾ ബ്ലോഗറിൽ ബുക്ക് മാർക്ക് ചെയ്യുന്നത് പഠിച്ചു, വേർഡ്പ്രസ് ബ്ലോഗുകളിൽ ബുക്ക് മാർക്ക് ചെയ്യുന്നത് പഠിച്ചു, അതുപോലെ തന്നെ ടംബ്ലർ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഈ പ്രിയ ഒന്നും കഴിഞ്ഞ ക്ലാസ്സിൽ വന്നില്ല. നമുക്ക് എന്തായാലും ടംബ്ലർ ബ്ലോഗ് ഒരിക്കൽ കൂടെ ക്രിയേറ്റ് ചെയ്യണത് പഠിപ്പിച്ചു തരാം. അതിനെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം പ്രിയയെ കൊണ്ട് ഞാനത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് പോകാം. അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്യാം. ബുക്ക് മാർക്ക് ചെയ്യുന്നതും ബുക്ക് മാർക്ക് ചെയ്ത് 1-2 പോസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാനും കൂടെ പഠിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ SEO ചെയ്യുന്ന പ്രോജക്റ്റുകളെ നമുക്ക് അത്യാവശ്യത്തിന് ഓഫ് പേജ് ചെയ്യാനും നമുക്ക് പറ്റും. നമ്മൾ ഓൺ പേജ് നമുക്കറിയാം, നമ്മൾ വെബ്സൈറ്റിന് ഗൂഗിളിന് ഈസി ആയിട്ട് ക്രോൾ ചെയ്യാൻ പാകത്തിന് അതിൻ്റെ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, കണ്ടന്റ്, ഇമേജ്, ഇങ്ങനെ പലതരത്തിലുള്ള ഓപ്റ്റിമൈസേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റിനെ ഗൂഗിളിന് ഈസി ആയിട്ട് ക്രോൾ ചെയ്യാൻ പാകത്തിനാക്കുക. എന്നിട്ട് ഗൂഗിളിന് നമ്മളെ വെബ് പേജിനെ മനസ്സിലാക്കാൻ പാകത്തിനാക്കുകയും ഗൂഗിളിൽ നമ്മുടെ വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്ത് സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു. സോ ഡ്യൂറിങ് ലാസ്റ്റ് 2-3 classes we learned about how to optimize a website maintained in WordPress using its Yoast SEO plugin. Later we learned about bookmarking in Blogger. We have optimized a blog post or article published in seokochi.com, and we have bookmarked or shared in its supporting Blogspot blog in last classes. Later we learned about bookmarking a article in WordPress blog also. Later we learned about how to create a blog in Tumblr. Today also we will be learning or going through the process of creating a Tumblr blog. Tumblr is a strong blogging platform where you can create free blogs like we have created in Blogger and in WordPress. It has high domain authority value, so that if you promote a page optimized or conducted with on-page optimization, if you can promote the page through Tumblr or create or bookmark with Blogger, we can also gain more ranking or better ranking in Google. So it can be used as a resource to get more ranking or getting more ranking improvements for our websites. So once we have created a web page or optimized a web page, we can submit in Google using Google Search Console. Once it is submitted, and Google will list in Google search results. Primarily the results will may be getting in the 3rd page or 4th page. It will be according to the number of results available in Google or the competition of other websites for that keyword. So if you use a highly competitive keyword, the Google data will be having high number of results, so that we cannot reach a prior ranking or a prime ranking position for that keyword. So once we have optimized a web page or conducted on-page optimization, we can go for off-page also. So we learned some sort of off-page optimization, like we will be sharing our blog post or article in Twitter, LinkedIn. Similarly, we learned about how to bookmark a blog post in supporting Blogspot blog or WordPress blog. Today we will be going through a process of creating a separate blog in Tumblr platform. Priya ready ayo? Yes sir, okay. ready. Screen share ചെയ്തിട്ട്
tumblr.com എടുക്കുക. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യോ? ഓക്കെ, താങ്ക് യു. ന്യൂ ടാബ് ഓപ്പൺ ചെയ്തിട്ട് tumblr.com 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 is a new blogging platform, and it is having high authority value, like page authority, that it's a page authority and domain authority is high, likewise in Blogger and WordPress. So if you can bookmark a main page or an article to Tumblr, you will be getting a link from tumblr.com platform, so it will be helping your web page to rank better as a recommendation value, because Google consider the backlinks achieved from high authority websites as a recommendation value. So tumblr.com, if you are getting a link from tumblr.com by bookmarking or sharing your article into tumblr.com, you will be getting a link from tumblr.com, so it will be highly recommended link for your web page, so that the recommendation value will be passed through that link and you will be getting a ranking improvement in Google. That's the thing. So here we can start creating a Tumblr blog by clicking on get started. Okay, provide your email ID, password and username. You can add your username like Priya Soli. First you have to give your email ID and then password. You can use a common password which you remember always, like you have given in blog or WordPress, etc., so that you can easily remember it. Okay, you can add a username like Priya Soli or Priya SEO, anything like it. One thing is, if you are adding a username which already somebody has taken, it will not be permitted. Priya Soli. Okay, you just try to sign up. I think that username is not available. You add Priya Soli SEO. Okay, try to sign up. You have to add a proper email ID. That email ID is invalid, I think. @gmail.com, you have to add a proper email ID. gmail.com. Okay, then sign up. I think you will be remembering the password. You can use a strong password. It should be in your mind. Okay, click on sign up. Okay, so you have to enter your age, I think, and accept the term and condition and click on next button. Okay, that's a captcha verification. You have to click on it. If Google is sure, okay, you have verified and go to almost done. So you will be reaching a place where you have to choose some interest, like if you choose some interest like health and fitness, travel history, you have to choose 4 or 5 interests, so that Tumblr can easily maintain or view your timeline for your interest. Like you can choose some interest like your most interested travel or something, movies or fashion, or at the down you can see science, technology, so different type of categories or interest are there. Out of you have to choose 5 categories, then you will be reaching a next button. The next button will be active. Please choose one more category, one more interest. Okay, now the next button is active. Move to next button.
Okay, now you have reached the dashboard of Tumblr blog. Here it is mentioned that you have to verify your Gmail ID. So could you please go to your Google Gmail ID, Gmail, and you may be getting an email verification there. Go to Gmail. Sir, I accepted. Okay, In you have my already accepted. Okay. No, you just go to Gmail. It shows that check out your inbox, or you just reload the current page. So you already verified. Okay, right. Okay, fine. You can see a avatar picture like right side menu. You can see a avatar picture by clicking there. You can see edit appearance option. You click on that avatar picture, avatar area. Yeah, that one. You can see at the down edit appearance. Go down. Edit appearance, right? Okay, you can use that option, edit appearance option, and edit your title. No, at the top. Click on edit appearance. Then you edit your untitled title. Now your title is given as untitled. You can add as Priya Soli SEO Analyst. Space SEO Analyst. Okay. Meanwhile, you can also add some description also. Not now. You can later. You can add that description and all. Here about your name or the title, you can see a space to add your picture that you can add later. Similarly, you can also add some banner or something which will make the Tumblr blog attractive or more better. Okay, so you have to click on save button. That save button is at the above. Okay, now only the title you have added will be saved. Later you can add description, everything you can add. So go to down. അവിടെ കുറച്ചുകൂടെ മുകളിലോട്ടൊന്നേ വെയിറ്റ് ഓക്കെ. ഇനി പുതിയ ടാബിനകത്ത് പ്രിയ സോളി SEO.tumblr.com എന്നടിച്ചേ. Enter your that username .tumblr.com. You can see the change you have made in the title area. Enter. Okay. Here is your Tumblr blog is here. So you can verify your Tumblr blog now with Google Search Console. Everybody, you can create the Tumblr blog for your supporting bookmarking purpose. Similarly, you have to verify it in Google. Copy the URL priyasoli.tumblr.com. Go to new tab and open Search Console, Google Search Console. Okay, here you can see you have already added some two properties like your Blogspot blog and WordPress blog. Click on that option and add property. Click on add property. You can enter that URL at the URL prefix area. Then that continue button will be active and click on continue. We know that there are several methods to verify a blog or a website in Search Console. Priya Soli, do you know how many methods are there as a verification process in Search Console, Google Search Console? Do you know how many methods are there? Sir, 5. 5 methods. Could you explain those all methods?
Are you able to explain? Sir, First can I method. take that first? No, you are not remembering. Yeah. First method is HTML verification method. For when you try to verify a website or a blog in Search Console or a Google Search Console, it's a part of your SEO process, because Search Console is a basic tool provided by Google for the SEO purpose or search engine optimization purpose. So the initial stage is you will be optimizing your web page or a blog so that Google can easily crawl it. After your on-page optimization, you can verify the web page or website in Google Search Console using 5 methods. First method is HTML file verification method. Google will be providing a HTML file. You have to download the HTML file and upload the file into your website, that cPanel area or the root directory area, so that you can verify. That is the recommended method provided by Google. But the second method is HTML meta tag verification method. Could you track down? Okay, here it is the other methods like HTML verification method, HTML tag verification method is there. There Google will be providing HTML meta tag that we have to copy the meta tag and add in the head section of our website. So the website will be verified in Google Search Console. The third method is analytics, Google Analytics method. Once if you have already added the analytics tracking code in your web page, using that is similar Gmail ID, you can verify your website in Google Search Console. That is the third method. Fourth method is Google Tag Manager method. If you already added Google Tag Manager tracking code in your website, using that method you can verify your website in similar or same Gmail ID. The fourth method is, or the fifth method is, the domain name provider method, where you will be getting a DNS record and you have to copy the DNS record and paste it in the DNS record section of your domain name provider. Like if you have purchased priyasoli.com from GoDaddy, you have to enter into the GoDaddy account. There you will be having an area like DNS record, domain name server provider record. There you have to enter the data provided by Google. So once you have successfully added the data and saved, you can verify it. Here you can only use the method like a HTML meta tag method. So you have to choose the HTML meta tag method, the second method, and you will be getting a meta tag there. Meta name is equal to Google site verification, that you have to copy it. Once you have copied the meta tag, you have to go to Tumblr blog, that is Tumblr dashboard, right? Okay, there you have to edit the theme area, edit the theme. You choose the edit theme option there. Yeah. Okay. Here you can choose the HTML edit at the left side, left menu. You can see edit HTML area at the top. Edit HTML, left menu. Yeah. Please click on it. Okay, we know that meta tag will be working when it is placed in head session. Only if you can add the meta tag in head session, it will be working. It will not work in body session. So here it is this head session. You can see at the fourth line or fifth line, the head session is started. Likewise, you can see a meta tag is there. Meta description tag is there. After the meta description tag, you can click on the enter button and make a space there. Okay, there you can paste it. That's the meta tag we have copied from Search Console. Only we have added the meta tag at the head session. You can update and preview and save and exit. Save, and you can use the left exit button. Okay, now we have added the there is exit button is there, left side. Okay, now we have added the meta tag in the our page. So you can go to Search Console and click on the verify button, which is just below the meta tag. Once you have to use the verification button, verify button, which method we have used. Okay.
Okay, now the ownership is verified. You can go to property. So you will be entering into the dashboard of that Priya Soli SEO.tumblr.com, and it is the dashboard in the search Google search console. We know the process. We can URL inspect the web page. Right now, you just leave this area, and we can try to bookmark our recent article in the Tumblr. We can learn that bookmarking process. Priya Soli, could you open your Twitter, or you can if you can open that SEO Kochi blog article which we have optimized using Yoast plugin. You try to open your twitter.com. Yeah. If it is signed, you can choose the profile area. Okay, you can use the. Sir, I tried a lot, but my account is still suspended. Okay, no issue. You try twitter.com/brahmadasar. Instead of home, no, twitter.com/brahmadasar. Remove that home. Okay, Brahmadasar, BRHMA. It is there, I think. Yeah. Okay. Go down. You can see a tweet made by. I have retweeted the tweet made by that Anushka Sharma. Sorry, Anushka Menon. Sorry. Okay. Anushka. That link you have to open, seokochi.com, that link. So now you are trying to bookmark that particular page with Tumblr. So this is the page we optimized using Yoast plugin. Do you remember it? Yes, sir. Okay. You copy that URL. And go to Tumblr. Copy the URL and go to Tumblr dashboard. Okay, right. You can choose that home button and reach the right dashboard. You can see the home button at the top. You will be reaching the dashboard of your Tumblr. Okay. Here there are some options, like you can share a text, share a photo, share a quote. You have to choose the link option provided. Link, yeah. You can paste the link. Okay, then wait for some seconds. It will be fetching its data, like it will be fetching SEO Kochi. Okay, you can enter the title. What was its blog title? It was an article about how to build online marketing strategies for small business firms. You just copy and paste it. Okay. And again, you have to add some description, like you can add or enter 2-3 sentences about how you can use the online resources to upgrade a small business startup. Like you can mention the importance of using small business firms for upgrading or gaining more online visibility, especially through social media, that video area, or especially in Google search result or social media. Like it will be useful for that startup to gain more attention through online resources. So likewise, you can just add 2-3 sentences. It can be a general sentence or a neutral sentence providing about the importance of online marketing. So these all will be a general sentence about online marketing or digital marketing importance. After completing this paragraph, you can add a small another heading like H2 or H3. Like you can use the main resources available in online marketing, or the main resources you can utilize for upgrading small business firms, especially small business firms. Likewise, you can add a content, because it should be a content rich in form, like 2-3 paragraph is there, or a picture is there, or a photo is there. It will be useful for our ranking improvements, because Google will be considering the link passing from this Tumblr blog to our web page as a recommendation value.
the power of the recommendation or the value of the recommendation passed will be connected with the content richness, the importance or that we provide in the bookmarking post. So if you add a content rich content or a rich content article or description in the bookmarking post, it will be more helpful to gain more traffic ranking or the Google ranking. Sorry. So ഇതും മതിയാവും. Madi. You can click on post button. So it will be post. Yeah, here Tags, you can add tags like online marketing or digital marketing, internet marketing. You add 3 tags like internet marketing. So if you are adding internet marketing as a tag, better you try to add a sentence also, like there are several kind of internet marketing resources which small startups can utilize and gain and grow bigger like a smarter company. Okay, so we are adding internet marketing as a tag. So it will be better to add a sentence with internet marketing with that description. You can also add digital marketing in the tagline. You can also add online marketing. Please add 3 tags like internet marketing. You have added digital marketing. Already that topic is there. Online marketing is already there in our title. So you can add 3 tags there. By adding tags, your blog post will be getting more outreach. So it may be listed in that hashtag listing that we know that when we learned about Twitter bookmarking or sharing a blog post on Twitter, we used to add 2-3 tags. There we checked that we are listing our Twitter post or tweets in that hashtag listing. It will be for better outreach. Even we don't have even more number of followers, we will be getting a little bit of that outreach through hashtag listing. That's the thing. Okay, if you have completed the description, you can സർ ആ മൂന്നാമത്തെ ഹാഷ്ടാഗ് എന്തായിരുന്നു? online marketing. It's already there in title. Online marketing. You add online marketing as a new tag. Online marketing. Right. Okay, now you can click on post button. So go to the next tab, Priya Sole SEO Analyst tab. Okay, there you please reload it. Okay, you can see the new blog post or the bookmarked post published there. And after the post, you can see 3 dots there. It's a small menu is there. By clicking there, you can see a permalink option. If you click on permalink, you can see the blog post content. Okay, so again you go to click on your main heading, Priya Sole SEO. Okay, then you will be going to tumblr.com. You copy the URL and go to search console. Yeah, there you can use that URL inspection option. You all know that by adding a URL in the URL inspection option, what we are doing, we are submitting our URL for Google Scroll. Okay, submit it and enter it. Okay. Now Google will be checking it, and it shows that URL is not on Google, so you can use the text live button or text live URL. After a few seconds, that Google will be showing like the URL is available on Google, and it will be shown in a green color. So these are normal process or procedures in submitting URL in Google Search Console that we all know. We already submitted our blog post and WordPress blogs. Okay, now we can request index. You can click on request indexing button shown on the right side. By clicking on request indexing, we are requesting Google to index our page in Google. Okay.
after few seconds it will be indexing a question. Okay, got it. Again, you please go to Tumblr blog. Okay, please open your blog, your latest blog post. How you can open? No, not by clicking there. If you click on there, it will be leading to that page, the main page. By going down, there will be three dots like a small menu is there. By clicking there, you can see a permalink option. By clicking on permalink, you can find the URL of the blog post. Now you have to copy the URL. That is the URL of the bookmarking post you have made in Tumblr. Likewise, generally we do sharing your blogger post or WordPress blog in sharing to your Tumblr or LinkedIn. You can also share it. Copy it and go to Search Console. There you can click on URL inspection again. So first of all, you submitted our main URL. Now you are submitting your blog post URL or the that bookmarking URL. Submit it. Paste it, enter it. So Priya missed last class which we used to bookmark with WordPress. But the day before that working day, you attended the class about that blogger bookmarking, and I saw that you have bookmarked the blog post published in SEO Kochi through its supporting Blogspot blog. We saw and we have submitted it in Google. Okay, so overall you have took part with the bookmarking process like in bookmarking in Blogger. Similarly now in Tumblr also. Also you have took part with that on-page optimization conducted using Yoast plugin in the main website. So could you explain your experience what you have done in Yoast plugin area and what we have done with Blogger bookmarking, similarly what we have done with that Tumblr bookmarking? So what am I supposed to say? Experience? Yeah, not experience. How we have do and how it works like. Okay, so from the beginning or from where we used Yoast plugin for. So one doubt, we use that for off-page optimization. No, right? that using Yoast plugin optimization, that is on-page optimization that we have also conducted in the main page or website. So what is meant by on-page optimization? The optimization practices, the modification we do or we did in inside our website. That is called as on-page optimization. On-page optimization. So off-page optimization, the activities would be like sharing our link on social media platforms and all. Yeah, right. What sort of off-page optimization we have already done for the SEO Kochi post? You do you remember we have already submitted? It was on-page optimization was conducted with Anushka. So I have directed her to do all things like optimizing a title, adding a focusing keyword in the Yoast plugin area. Likewise, we will be seeing a indicator mainly in red color or in orange color. We have modified it into yellow and modified it into green color, so that it means that the blog post was optimized using the practices we have or the modification we conducted already in the Yoast plugin area. So once we got a green signal, that means our on-page optimization is perfect or completed. We can check that URL or share that URL with the Twitter that we have done with Anushka's Twitter account. We remember that we got 28, 29 retweets and likes we got that Twitter. So it was listing in the hashtag also. So after conducting that social media that sharing, we have conducted blogger sharing or blogger bookmarking. So I have invited Priya Soli and I think Anushka or Meherin, Naura for bookmarking in the blogger. So I saw that Priya Soli has added a content or relevant description in the blogger area that you can see like could you please open a new tab and enter kochi.seo.blogspot.com.
kochiseo.blogspot.com. kochiseo.blogspot.com. That is the supporting blogspot blog created for SEO Kochi. So I have invited Priya Soli to that blogger that day, and you have published a blog post like this is the blog post. You can click on that read more button there. Okay. You can click on that online marketing title, online marketing strategy, right? That is the blog post. Do you remember that you have made it? Yes, sir. Yeah. So in last class, we have submitted this URL for Google search, Google Sketch. I don't know whether it is sketched or not. Okay. After all, we have bookmarked our blog post in WordPress blog. Which is WordPress blog created for SEO Kochi promotions. Now today we have created a new Tumblr account for Priya Soli. So everybody in this class can create a Tumblr blog likewise we have done for Priya, and you can also bookmark the main pages, or if you create a Tumblr blog, you can bookmark your history and evolution post which you have already published in Tumblr blog. It is also possible, so that once you have created a Tumblr blog, you have to go to your blogspot blog and copy the URL of history and evolution, or you can copy the Google algorithm changes blog post, or also you can copy the on-page optimization blog post URL, and you can come to Tumblr and choose the link option available at the dashboard of the Tumblr. There you have to copy paste the URL of the blogspot blog, and also you can enter some description like 2-3 paragraph which is covering what is meant by what is you deal with history and evolution post, or what you have added in the on-page optimization post. Like you can enter the description, like you can mention that these kind of information are important for that SEO training persons or SEO professionals. They can know the details of how the practice of SEO or search engine optimization emerged. Like you can enter the description, and you can also share, and you can verify the Tumblr blog in Search Console. You listen all by creating a bookmarking post in Tumblr, Blogger, WordPress. We are getting links from tumblr.com, wordpress.com, similarly blogspot.com. So these all links will be recommendation links for that SEO Kochi page. So now we can check that online marketing strategy for small business. Do you remember the keyword we have entered for the focusing keyword entered in the Yoast plugin area? I think it was online marketing strategy for small business. So then you copy the headline, online marketing for small business. Not here, that one, online marketing strategy. Yeah, right. Copy and Google it. You can check that whether any of our works have any good results. No. Go to, okay, right. Here you can see how many results are there. At the top you can see the number of results. These are the results currently Google is having. 41 crores, right? 80 lakhs. Okay, so 41 crores, 80 lakhs are the today's data status of that focusing keyword. That means Google is having this much data about online marketing strategies for small business. So the keyword seems like it's a highly competitive keyword. Meanwhile, we can try, and you can find the main websites like Neil Patel, fourth source. I think these are WordStream is the biggest website. It is highly authoritative website. Likewise, HubSpot is there. HubSpot, blog.hubspot.com is there. So SEO Kochi is not there in the first page any position. You can check also in the second page and third page also. You can try. Okay, check whether any results are coming. Less possibility is there because the keyword is highly competitive. You have to that defeat more than 41 crores results. Also check the third page also. Okay.
So Moz is at the third page, moz.com. So we can estimate that the level of competition for that keyword. Okay, you go to top and select the tools option. Okay, you can do a custom search. Search for past month or past year. Yeah, past month. Okay, now you have selected past year. Which page it is? It is on first page. Go down. It's on first page. First page. Check that whether SEO Kochi page is there anywhere in the first page. No chance. No, sir. No. So you check second page and third page also. Okay, go to third page also. Okay, go to the top and customize with last month. Past year mati, past month. Okay, you check that whether it's available. It is a high competitive keyword. By checking here, you can see that SEO Kochi blog post is wait. SEO Kochi is not there. Right. Okay. Go to second page. Okay, now you go to the blogspot blog post. You copy that URL. Enter URL, copy it, and go to the Google. There in Google, you type site colon at the Google search box. You type site. Not there. Yeah, search box, in the search box, right? There, site SITE colon, full colon, double colon. Yeah, then paste that URL. That is the blog post URL. Yeah, paste it, enter it. So that blog post is not catched yet. Okay, we will do one thing. I will bookmark. Wait, hold on. I will share that blog post in my Twitter, and I will share the Twitter URL, and you all can retweet it. Wait, hold on. Should I stop presenting, sir? No, wait. Any issue? No. Okay. അല്ല സാറിന് ഇല്ല ഞാൻ പ്രസന്റ് ചെയ്യുന്നില്ല ഞാൻ റീട്വീറ്റ് ചെയ്തിട്ട് ലിങ്ക് അയച്ചു തരാം. നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മതി. കൊച്ചി SEO നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മതി. ഞാനിപ്പം ആ പോസ്റ്റിൻ്റെ ഞാൻ ചെയ്യാൻ പോണത് പോസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ബ്ലോഗ് സ്പോട്ടിൻ്റെ പോസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിന് ഞാൻ ട്വിറ്ററിലേക്ക് ഷെയർ ചെയ്യാണ്, എൻ്റെ ട്വിറ്ററിലേക്ക്. എന്നിട്ട് ഞാൻ അതിൻ്റെ ട്യൂട്ടിൻ്റെ URL ചാറ്റിലിട്ട് തരാം. ട്വിറ്ററിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ട്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലല്ല ട്യൂട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ സ്റ്റുഡൻസ് ആരും എൻ്റെ ലാപ്ടോപ്പിനകത്ത് ഇവിടെ ഓഫീസിൽ ഇന്നലെ വന്നവരാരോ എൻ്റെ ലാപ്ടോപ്പിനകത്ത് ലോഗിൻ ചെയ്തിട്ട് ലോഗൗട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അനക്ക എന്നൊരു സ്റ്റുഡൻറ്റ് എനിക്കുണ്ട്, തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന കൊച്ചാണ്. അപ്പോൾ ഞാൻ ആ അക്കൗണ്ടിലാണ് ട്യൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഞാനത് സൈൻ ഔട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ട്യൂട്ട് ചെയ്തിട്ടുണ്ട്, URL ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ക്ലാസ്സിലുള്ള 15 പേരും ചാറ്റിൽ കണ്ടോ? പ്രിയ കണ്ടോ? പ്രിയക്ക് സസ്പെൻഡ് ആണല്ലേ?
അപ്പോൾ ബാക്കി പ്രിയക്ക് റീട്വീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, സസ്പെൻഡ് ആയതുകൊണ്ട് റീട്വീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ ട്വിറ്ററിനകത്ത് ഇട്ടേക്കുന്ന ഈ ട്വീറ്റിനെ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും റീട്വീറ്റ് ചെയ്യുകയും ചെയ്യും. അനക്ക എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ് എൻ്റെ ഈ കമ്പ്യൂട്ടറിനകത്ത്. ഇപ്പം ഇതെൻ്റെ പഴയ ലാപ്ടോപ്പാണ്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞ് ഇതിനകത്ത് വേറൊരു ലാപ്ടോപ്പിനകത്ത് കൂടെ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തത്. ഇതിനകത്തിപ്പം ഇന്നലെ എൻ്റെ സ്റ്റുഡൻറ്റ് അനക്ക ലോഗിൻ ചെയ്തിട്ട് സൈൻ ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ കൊച്ചിൻ്റെ അക്കൗണ്ടിലാണ് ട്യൂട്ട് നടന്നിരിക്കുന്നത്. അനക്ക എന്ന് പറഞ്ഞത് ആ URL കണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെല്ലാവരും ആ ട്യൂട്ട് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് റീട്വീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഒരിക്കൽ കൂടെ ആ പേജിനെ അല്ലെങ്കിൽ ആ ബ്ലോഗ് പോസ്റ്റിനെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാം. എല്ലാവരും പെട്ടെന്നൊന്ന് റീട്വീറ്റ് ചെയ്യും. ആള് കുറവായതുകൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് അറിഞ്ഞണം. 15 വരെ ഉള്ള ആളുകൾ. എന്തായാലും ഞാൻ ഇന്നത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നടക്കുമെന്ന് നോക്കാം. ഓക്കെ, അൽക്ക. ഓക്കെ, കുറച്ച് റീട്വീറ്റ്സ് വന്നിട്ടുണ്ട്. എല്ലാവരും ചെയ്തേ പെട്ടെന്ന് ചെയ്തോ. നമുക്കതിന് ശേഷം ഇനി പ്രിയ എന്തിനാണെന്നറിയോ, പ്രിയയുടെ പുതിയൊരു ടാബ് എടുത്ത്, അല്ലെങ്കിൽ ഡാഷ്ബോർഡ്, നമ്മൾ സെർച്ച് കൺസോൾ അവിടെ ഓപ്പൺ ആയിരിക്കുകയല്ലേ, അതെടുത്തേ സെർച്ച് കൺസോൾ. അവിടെ പോയിട്ട് പ്രോപ്പർട്ടിയിൽ ഏതൊക്കെ കാണിക്കുന്നുണ്ട്. SEO കൊച്ചി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോ? കൊച്ചി SEO ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം ഒരു സെക്കൻഡ്, ഞാനിപ്പം പ്രിയ സോളിനെ എൻ്റെ ആ സെർച്ച് കൺസോളിനകത്തോട്ട്, ആ സപ്പോർട്ടിങ് ബ്ലോഗ് സ്പോട്ട് ബ്ലോഗിൻ്റെ സെർച്ച് കൺസോളിലോട്ട് ഒരു സെക്കൻഡ് ഇപ്പം ഞാൻ ആഡ് ചെയ്യും. google.com/webmasters/tools. ഒരു സെക്കൻഡേ, പ്രിയയുടെ Gmail ID കൂടെ ഒന്ന് ചാറ്റ് ഇടുവോ? പ്രിയയുടെ അമ്മോ, പ്രിയ ചാറ്റിൽ ടൈപ്പ് ചെയ്തോ. ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് കൊച്ചി SEO.blogspot.com എന്ന് പറയുന്ന സപ്പോർട്ടിംഗ് ബ്ലോഗിൻ്റെ സെർച്ച് കൺസോളിലേക്ക് പ്രിയനെ കൂടെ ഞാൻ ആഡ് ചെയ്യണം. എനിക്കൊരു 2 സെക്കൻഡ് കൊടുത്തു, ഞാൻ ഇപ്പം തന്നെ ആഡ് ചെയ്തു. ആഡ് യൂസർ കൊടുത്തു. അപ്പം ഞാൻ പ്രിയനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രിയയ്ക്ക് തൻ്റെ സെർച്ച് കൺസോളിലോട്ട് പോയേ, അതൊന്ന് റീലോഡ് ചെയ്തേ. സെർച്ച് കൺസോൾ ഒന്ന് റീലോഡ് ചെയ്തിട്ട് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുമ്പം കൊച്ചി SEO കാണാൻ പറ്റും. പ്രോപ്പർട്ടീസിനകത്ത് കൊച്ചി SEO കാണാൻ പറ്റും. അത് തന്നെ, അത് സെലക്ട് ചെയ്തു. ആദ്യം കാണുന്ന കൊച്ചി SEO സെലക്ട് ചെയ്യും. കൊച്ചി SEO സെലക്ട് ചെയ്തിട്ട് ഇനി എന്താ ചെയ്യണത്, URL ഇൻസ്പെക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ SEO കൊച്ചിയുടെ ഇപ്പം ചെയ്തേക്കുന്ന ബ്ലോഗിൻ്റെ പോസ്റ്റിൻ്റെ URL കോപ്പി പേസ്റ്റ് ചെയ്യാം. അടുത്ത ടാബ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലോഗറിൻ്റെ ടാഗ് കാണാം. ബ്ലോഗറിൻ്റെ അടുത്ത ടാബ് അത് തന്നെ, ആ URL കോപ്പി ചെയ്യാം. എന്നിട്ട് സെർച്ച് കൺസോളിലോട്ട് പോവാം. അവിടെ URL ഇൻസ്പെക്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. പേസ്റ്റ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, ടെസ്റ്റ് ലൈവ് URL ഈസ് നോട്ട് ഓൺ ഗൂഗിൾ എന്ന് കാണിക്കുന്നത്. ടെസ്റ്റ് ലൈവ് കൊടുത്തോളൂ. പ്രിയ കേൾക്കുന്നുണ്ടോ? ഹലോ. റിക്വസ്റ്റ് ലിസ്റ്റിംഗ് കൊടുത്തോ. ഇനി ഇപ്പം ഞാൻ SEOkochi.com എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ സെർച്ച് കൺസോളിൽ കൂടെ പ്രിയനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ SEOkochi കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ റീലോഡ് ചെയ്ത് എന്നിട്ട് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്തേ. അപ്പോൾ താഴെ SEOkochi കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. SEOkochi സെലക്ട് ചെയ്തിട്ട് നമ്മൾ മെയിൻ URL കോപ്പി ചെയ്ത്, അതായത് അതിൻ്റെ ബ്ലോഗിൻ്റെ തൊട്ടടുത്ത് അതാണ് URL, അത് കോപ്പി ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ URL. ഈ URL-ലാണ് നമുക്ക് അത് ഒരിക്കൽ കൂടെ ക്യാച്ച് ആവാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യാം. ക്യാച്ച് ആവണമെങ്കിൽ അത് റാങ്ക് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം അത് ക്യാച്ച് ആവുന്നുണ്ട്.
അവിടെ കണ്ടോ, ഈ URL നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തെങ്കിലും റാങ്ക് ചെയ്ത് വരാത്തതിനുള്ള ചെറിയ ഇഷ്യൂസ് അതിനകത്തുണ്ട്. ടെസ്റ്റ് ലൈവ് കൊടുത്തോളൂ. URL ഈസ് ഓൺ ഗൂഗിൾ തന്നെയാണ് കാണിക്കുന്നത്. ഗൂഗിളിനകത്ത് ഉണ്ട് ആ URL, പക്ഷെ അതിനകത്ത് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. എന്തൊക്കെയോ ബ്രൗസർ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസോ ഡിവൈസ് കമ്പാറ്റബിലിറ്റി ഇഷ്യൂസോ ആ വെബ്സൈറ്റിനകത്ത് ആ പേജിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് അത് റാങ്ക് ചെയ്യാത്തതെന്നുള്ള വാർണിംഗ് പറയുന്നുണ്ട്. അതാണ് നമുക്ക് റാങ്ക് ചെയ്തിട്ട് നമ്മൾ ഇത്രയും പണിയെടുത്തിട്ട് അത് കാണാത്തതിൻ്റെ കാര്യം അതാണ്. നമുക്ക് എന്തായാലും ഈ SEO കൊച്ചിയുടെ പ്രോജക്റ്റിനെ വിട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു പ്രോജക്റ്റിൽ ആർക്കെങ്കിലും യോസ്റ്റ് ഉപയോഗിച്ച് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വേറൊരു വെബ്സൈറ്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈറ്റ്, മേ ബി സോഫ്റ്റ് ലൂമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മളെ പ്രോജക്റ്റ് സൈറ്റോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സൈറ്റിൻ്റെ ഓൺ പേജ് ചെയ്യാം. അതിനെ ബുക്ക് മാർക്കിംഗ് ഒക്കെ ചെയ്ത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടി നോക്കാം. ഇപ്പം ഇത് ടെസ്റ്റ് ലൈവ് കൊടുത്തിട്ട് പറഞ്ഞില്ലേ, ടെസ്റ്റിംഗ് ലൈവ് URL. നെറ്റ് സ്ലോ ആണോ പ്രിയ? ഓക്കെ. URL ഈസ് അവൈലബിൾ ഓൺ ഗൂഗിൾ. റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുത്തോളൂ. ഇത് നമുക്ക് ഇനി പ്രിയ ഒരു കാര്യം കൂടെ ചെയ്ത് നോക്കണം. എന്താ ചെയ്യേണ്ടത്? പുതിയ ടാബ് എടുത്തിട്ട് ഇപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്ത URL-നെ വെറുതെ ഗൂഗിൾ ഓപ്പൺ ആക്കി ഗൂഗിളിനകത്തൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കുക. google.com ഓപ്പൺ ആക്കുക. അങ്ങനെ അവിടെ പേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. google.com ഓപ്പൺ ആക്കുക. അവിടെ പേസ്റ്റ് ചെയ്താൽ അത് ഓപ്പണായി വരത്തല്ലേ ഉള്ളൂ. google.com ഓപ്പൺ ആക്കിയിട്ട് ആ ഗൂഗിളിൻ്റെ സെർച്ച് ബോക്സിനകത്ത് അത് പേസ്റ്റ് ചെയ്ത് നോക്കുക. പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. ക്യാച്ച് ആയിട്ടുണ്ടാകും, പക്ഷെ അത് എന്താണ് ക്യാച്ച് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ആ സെർച്ച് റിസൾട്ട് കാണിക്കുന്നതിൻ്റെ അവിടെയുള്ള ആരോ ഉണ്ട്, ആ URL കാണിക്കുന്നതിൻ്റെ എൻ്റെ ഒരു ആരോ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് ക്യാച്ച്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പം ലാസ്റ്റ് എന്നാണ് ഗൂഗിൾ ഈ പേജിനെ ക്യാച്ച് ചെയ്തേക്കണമെന്ന് കാണാൻ പറ്റും. ഒന്ന് വലുതാക്കൂ. ദിസ് ഈസ് ഗൂഗിൾസ് ക്യാച്ച് ഓഫ് SEO കൊച്ചി URL. ഇറ്റ് ഈസ് ദി സ്നാപ്ഷോട്ട് ഓഫ് ദി പേജ് ആസ് ഇറ്റ് അപ്പിയർഡ് ഓൺ എന്നാണ് 20th ജാനുവരിയാണ് ഇത് ലാസ്റ്റ് ക്യാച്ച് ചെയ്തേക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ 30-ാം തീയതിയായി. 10 ദിവസം മുമ്പുള്ള ക്യാച്ചാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ വീണ്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ നോക്കേണ്ടത്? നെക്സ്റ്റ് ക്ലാസ്സിലോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലോ നമുക്ക് ഇത് വീണ്ടും ഗൂഗിൾ ക്യാച്ച് ആയോ എന്ന് നോക്കിയിട്ട് റാങ്കിങ് ചെക്ക് ചെയ്യാം. അടുത്ത നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോൾ ഇത് അത്യാവശ്യത്തിന് ഒരു 2ാമത്തെ 3ാമത്തെ പേജിലെങ്കിലും റാങ്ക് ചെയ്ത് കാണിക്കുമോ പ്രിയ? കാണിക്കും. കാരണം ഇപ്പൊ നമുക്ക് അതിനകത്ത് വാണിംഗ് ഒന്നും കാണിക്കുന്നില്ല. നേരത്തെ ഒരു വാണിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പൊ പച്ചയായിട്ടാണ് കാണിച്ചത് അല്ലേ. URL ഈസ് അവൈലബിൾ ഓൺ ഗൂഗിൾ എന്ന് കാണിച്ചു. നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നോ നാളെയോ ഗൂഗിൾ അത് വീണ്ടും ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരുപക്ഷെ നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്തേക്കുന്നുണ്ടാവും, അത് ക്യൂവിലായിരിക്കും. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ അത് ക്രോളായി ക്യാച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് റാങ്കിങ്ങിൽ അത് പ്രതീക്ഷിക്കാം അല്ലേ. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് വെനസ്ഡേ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുതിയ പ്രോജക്റ്റിലും കൂടെ ഇതേ ആക്ടിവിറ്റി ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ തറവാകും. ഇനി ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും ഓരോ ചില ലൈവ് പ്രോജക്റ്റുകളിൽ യോസ്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എൻ്റെ ഗൈഡ് ലൈൻസ് ഇല്ലാതെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എത്ര വേണമെങ്കിലും പ്രോജക്റ്റുകൾ ലോഗിൻ ചെയ്ത് തരാം. നിങ്ങളുടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള അവസരവും തരാം, പ്രാക്ടിക്കലി ചെയ്യാനുള്ള അവസരം. അത് കഴിഞ്ഞാൽ നമുക്ക് HTML പേജിനകത്ത് SEO ചെയ്യുന്നതിനെ പറ്റി പഠിക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമുക്ക് കുറച്ച് വെബ്സൈറ്റ് അനാലിസിസ് പോലെയുള്ള ക്ലാസ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഈ ഓൺ പേജും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠിച്ച പ്രോസസ്സുകളെല്ലാം കൂടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരു 2 മിനിറ്റ് കൊണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം SEO കൊച്ചി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ബ്ലോഗ് പോസ്റ്റിനെ എടുത്തു. അതിനെ വേർഡ്പ്രസ്സിൽ ചെയ്തേക്കുന്ന വെബ്സൈറ്റ് ആയതുകൊണ്ട് അതിനകത്ത് എന്തുണ്ട്? യോസ്റ്റ് പ്ലഗിൻ ഉപയോഗിച്ച് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള പ്ലഗിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് യോസ്റ്റ് പ്ലഗിൻ ഏരിയക്കകത്ത് പോയി ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആ പേജിന് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസിങ് കീവേഡ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ഫോർ സ്മാൾ ബിസിനസ് ഫേംസ് എന്നുള്ളൊരു കീവേഡാണ് നമ്മൾ അന്ന് ഫോക്കസിങ് കീവേഡ് കൊടുത്തത്. ആ കൊടുത്തതൊക്കെ ഞാൻ അനുഷ്കയെ കൊണ്ടാണ് ചെയ്യിച്ചത്. ഞാൻ പറഞ്ഞു തന്നു, അനുഷ്കയാണ് ചെയ്തത്. അനുഷ്കയെ ഞാൻ അതിനകത്ത് എഡിറ്ററായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് അനുഷ്കയുടെ അക്കൗണ്ടിൽ തന്നെ ലോഗിൻ ചെയ്തിട്ടാണ് അന്ന് ചെയ്തത്. അന്ന് ആ കീവേഡ് കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ പ്ലഗിൻ ഏരിയക്കകത്ത് ഇൻഡിക്കേറ്റർ ഒരു റെഡിഷ് കളറായിരുന്നു. അതിനെ നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ മാറ്റി അതിനെ ഗ്രീൻ കളറാക്കി. ഓരോ പ്രോസസ്സ് നമ്മൾ പഠിച്ചായിരുന്നു. അതിനകത്ത് ടൈറ്റിൽ ഓപ്റ്റിമൈസ് ചെയ്യുന്ന പോർഷനുണ്ട്, മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് കീവേഡ് വരുന്ന സംഭവമുണ്ട്, സ്ലഗിനകത്ത് അഥവാ URലിനകത്ത് കീവേഡ് വരുന്ന സംഗതിയുണ്ട്,
പിന്നെ പേജിനകത്തുള്ള കണ്ടൻസിൻ്റെ എന്താ ക്വാണ്ടിറ്റി, ഉദാഹരണത്തിന് 300 വേർഡ്സ് എങ്കിലും വേണമെന്നുള്ളൊരു സംഭവം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ഫോക്കസിങ് കീവേഡിൻ്റെ ഒക്കറൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്, കീവേഡ് ഡെൻസിറ്റി പറയുന്നുണ്ടായിരുന്നു. ടൈറ്റിലിനകത്ത് കീവേഡ് വരുന്നതും പ്രിഫറബിളി ടൈറ്റിലിൻ്റെ തുടക്കത്തിൽ തന്നെ കീവേഡ് വരുന്നതിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് കീവേഡ് വരുന്നതിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പേജിനകത്ത് സബ് ഹെഡിങ്ങൾ H2, H3, H4 പോലെയുള്ള സബ് ഹെഡിങ്ങളിനകത്ത് കീവേഡ് അല്ലെങ്കിൽ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ടേംസ് ഇൻഫോ കിട്ടുന്ന രീതിയിലുള്ള സബ് ഹെഡിങ് മോഡിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമേജിനകത്ത് ഓൾട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രോസസ്സുകൾ ചെയ്താണ് നമ്മളതിനെ പച്ചയാക്കിയത്. അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ട്വിറ്ററിലൊക്കെ ഷെയർ ചെയ്തു, ലിങ്ക്ഡിനകത്ത് ഷെയർ ചെയ്തു. നമ്മളതിനെ സെർച്ച് കൺസോളിനകത്ത് സബ്മിറ്റ് ചെയ്തു, SEO കൊച്ചിയുടെ സെർച്ച് കൺസോളിനകത്ത് സബ്മിറ്റ് ചെയ്തു. അന്ന് എനിക്ക് തോന്നുന്നു ജനുവരി 20-ാം തീയതിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത്. പക്ഷെ അന്ന് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ വാണിംഗ് മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് എന്തോ കാനിക്കൽ ടാഗിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എന്നൊരു വാണിംഗ് ഗൂഗിൾ അന്ന് കാണിച്ചായിരുന്നു. പക്ഷേ പിന്നീട് ഞാനത് സോൾവ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിനെ ചെയ്തത് അതിൻ്റെ സപ്പോർട്ടിംഗ് ബ്ലോഗുകൾ, അതായത് SEO കൊച്ചിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സപ്പോർട്ടിംഗ് ബ്ലോഗ് സ്പോട്ട് ബ്ലോഗിനകത്തേക്ക് ബുക്ക് മാർക്ക് ചെയ്തു. ആദ്യം ബുക്ക് മാർക്ക് ചെയ്തത് പ്രിയ സോളിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് പ്രിയയെ കൊണ്ടാണ് പ്രിയയെ കൊണ്ടാണ് ബുക്ക് മാർക്കിംഗ് ചെയ്യിച്ചത്. നവറേനെയും ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നവറയ്ക്ക് പിന്നെ സമയം പറ്റാത്തതുകൊണ്ട് നവറയ്ക്ക് അന്ന് സമയം പിന്നീട് അവസരം കിട്ടാത്തതുകൊണ്ട് അത് ചെയ്തില്ല. ഡ്രാഫ്റ്റായിട്ട് തന്നെ സേവായി കിടപ്പുണ്ട്. എങ്ങനെയാണ് ബുക്ക് മാർക്ക് ചെയ്യണത് ഞാനന്ന് പറഞ്ഞു തന്നായിരുന്നു. ബ്ലോഗറിലേക്ക് അയച്ച ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് പേജിനെടുത്തിട്ട് ഷെയർ ബട്ടൺ കൊടുത്ത് ബ്ലോഗർ സെലക്ട് ചെയ്തിട്ട് ബ്ലോഗറിലേക്ക് ആഡ് ചെയ്തപ്പോൾ അതിനകത്ത് ഡിസ്ക്രിപ്ഷനും ബാക്കി ഓപ്റ്റിമൈസേഷനും സെർച്ച് ഡിസ്ക്രിപ്ഷനും എല്ലാം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, കണ്ടന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് ഇമേജ് ഒക്കെ ആഡ് ചെയ്ത് ഓൾട്ടൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പബ്ലിഷ് ചെയ്തു. അതിനെ നമ്മൾ സെർച്ച് കൺസോളിനകത്ത് സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ സപ്പോർട്ടിങ് സെർച്ച് കൺസോൾ ബ്ലോഗിൻ്റെ സെർച്ച് കൺസോളിനകത്ത് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വേർഡ്പ്രസ്സിനകത്ത് ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പഠിച്ചു. SEO കൊച്ചിക്ക് വേണ്ടി തന്നെ സപ്പോർട്ടിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേർഡ്പ്രസ് ബ്ലോഗിനകത്തേക്ക് അതിനെ ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്തു. ആ ബ്ലോഗ് പോസ്റ്റിനെ നമ്മൾ പേജ് ഓപ്പൺ ആക്കിയിട്ട് SEO കൊച്ചിയിലെ ബ്ലോഗ് പോസ്റ്റിനെ ഓപ്പൺ ആക്കിയിട്ട് ഷെയർ ബട്ടൺ കൊണ്ട് നമ്മൾ വേർഡ്പ്രസ്സിലേക്കാണ് ഷെയർ ചെയ്ത് കൊടുത്തത്. വേർഡ്പ്രസ്സിലേക്ക് ആൾറെഡി ഞാൻ അന്ന് ചെയ്ത ആരാണെന്ന് ഓർമ്മിക്കുന്നത് നവറയാണെന്ന് തോന്നുന്നു. നവറേനെ ഞാൻ വേർഡ്പ്രസ്സിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂസറായിട്ട് എഡിറ്ററായിട്ട് ഓതറായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നവർ അത് ബുക്ക് മാർക്ക് ചെയ്ത് കുറച്ച് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ടംബ്ലർ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ടംബ്ലർ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചു. ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതും ബുക്ക് മാർക്ക് ചെയ്യുന്നതൊക്കെ പഠിപ്പിച്ചെങ്കിലും സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നത് വീണ്ടും പ്രിയയെ കൊണ്ട് ടംബ്ലർ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ച് അതിന് സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ട് നമ്മൾ ബുക്ക് മാർക്ക് ചെയ്തു. ബുക്ക് മാർക്ക് ചെയ്ത പോസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിന് ഇടയ്ക്ക് ബുക്ക് മാർക്ക് ചെയ്ത ബ്ലോഗ് സ്പോട്ട് ബ്ലോഗിനെ നമ്മൾ ട്വിറ്ററിനകത്തോട്ട് ഷെയർ ചെയ്തു. ആ ട്വീറ്റിനെ നമ്മൾ എല്ലാവരും റീട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. എന്നാലും അത് ക്യാച്ച് ആയിട്ടില്ല. അത് ക്യാച്ച് ചെയ്യാൻ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റിൻ്റെ URL നമ്മൾ ഇന്ന് ക്യാച്ച് ചെയ്യാൻ വീണ്ടും സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഇന്ന് സബ്മിഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വാണിംഗ് മെസ്സേജ് ഒന്നും ഇല്ല, കറക്റ്റായിട്ട് പച്ച കളറിൽ കാണിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ പ്ലഗിൻ്റെ ഓപ്ഷൻ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെവലപ്മെൻറ്റ് ടീമിനെ കൊണ്ട് പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കാനിക്കൽ ടാഗ് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ മാറ്റിച്ചായിരുന്നു. അപ്പോൾ അത് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗൂഗിളിൽ ആ പേജ് ക്രോൾ ചെയ്യുകയും പുതിയ ക്യാച്ച് എടുക്കുകയും ഇൻഡെക്സ് ചെയ്ത് വരികയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പണിയെല്ലാം ചെയ്തിട്ട് ഇത് ക്യാച്ച് ചെയ്ത് ലിസ്റ്റ് ചെയ്തത് വരാത്തതിനുള്ള 2 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, 41 കോടിയിലധികം റിസൾട്ടുകളെ പിന്തള്ളി വേണം നമ്മുടെ വെബ്സൈറ്റിന് മുമ്പിൽ വരാൻ. മുമ്പിൽ കിടക്കുന്ന വെബ്സൈറ്റുകളൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ്. അവരെയൊക്കെ പിന്തള്ളി വരാനുള്ള ഒരു ശക്തി നമ്മളെ ബ്ലോഗ് പോസ്റ്റിനും അതിൻ്റെ സപ്പോർട്ടിംഗ് ബ്ലോഗിനൊന്നും വന്നിട്ടില്ല. അതിനൊരു പരിമിതിയാണ്. രണ്ടാമത്തേത് അതിനകത്തുള്ള ഉണ്ടായിരുന്ന എററാണ്. അപ്പോൾ എറർ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 1 മാസത്തെ റിസൾട്ട് 1 വർഷത്തെ റിസൾട്ട് എടുക്കുമ്പോഴെങ്കിലും ഒരു 2, 3, 3 പേജിനകത്തെങ്കിലും വരണമെന്നാണ് ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഓർമ്മിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പ്രോജക്റ്റിലേക്ക് ഇതേ വർക്കുകൾ ചെയ്യാൻ വേണ്ടി നോക്കാം. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിനകത്തേക്ക് നോക്കാം. SEO കൊച്ചി ഈ പ്രോജക്റ്റൊക്കെ ചെയ്യാൻ എല്ലാവർക്കും പ്രാക്ടിക്കലൊക്കെ ചെയ്ത് പഠിക്കാനൊക്കെ വേണ്ടിയുള്ള പ്രോജക്റ്റാണ്. അതിനകത്ത് ഒരുപാട് പവറൊന്നുമില്ല, അതോറിറ്റി വാല്യൂസ് ഒന്നും ഇല്ല. എന്നാലും അത്യാവശ്യത്തിനുണ്ട്. പക്ഷേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ ബി കണ്ടക്ടിങ് ദീസ് ഓൾ ആക്ടിവിറ്റീസ് വിത്ത് എ വെബ്സൈറ്റ് വിച്ച് ഹാസ് ഗുഡ് ഡൊമൈൻ അതോറിറ്റി ലൈക്ക് സോ അവിടെ നമുക്ക് കുറച്ചുകൂടെ അല്ലെങ്കിൽ അതിനകത്തുള്ള റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഈ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി ഇന്ന് അറ്റൻഡൻസ് എടുക്കാൻ വളരെ എളുപ്പമാണ്. 17 വരെ